സുഹൃത്തുക്കൾ, ഞാനിന്നുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ. ഇതിൻ്റെ നമ്മുടെ ചാവി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മുടെ കഴിഞ്ഞ തലമുറകളിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വണ്ടികളെ നമ്മൾ കാണുന്നുണ്ടോ. ഇതിൻ്റെ ചാവി ഞാൻ ആദ്യം കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ന്യൂട്രൽ എവിടെ, ഗിയർ എവിടെ. അപ്പോൾ അതിൻ്റെ ചാവി എന്ന് പറയുന്നത് ഇതാണ്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പേരെന്ന് പറഞ്ഞു കൊടുക്കാം. ചാവി. ഞാൻ മൈക്ക് വെച്ചിട്ട് ചാവി തന്നെ ആണെന്ന്. അപ്പൊ ഇതിന് ചാവി ഇതാണ് ആണിച്ചാവി. ആണിച്ചാവി എന്ന് പറഞ്ഞാൽ ആണിന്നെ മൊനല്ലാന്നുള്ളൂ അല്ലേ, ആണെന്ന്. അപ്പൊ ഇന്ന് നിങ്ങൾ ചിലപ്പോ തീരെ കാണാത്തതായിട്ടുള്ള ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് കഴിഞ്ഞ തലമുറയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് നമ്മൾ ഈ വീട്ടുമുറ്റത്ത് കാണുന്നത്. ഇതൊന്നും അല്ല കേട്ടോ. ഇനി വീടിൻ്റെ ഉള്ളിൽ വേറെ ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ റൂമിലൊക്കെ വണ്ടി തന്നെയാണ്. ശരിക്കും ഒരു വണ്ടി ഭ്രാന്താണോ? ചെറുതായിട്ട് അങ്ങനെ പറയാറുണ്ടല്ലേ ആളുകള്. അവരെ വണ്ടി ഭ്രാന്തന്മാരാണ്. വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം കേട്ടാ. ഞാൻ വെറുതെ ചോദിച്ചാണ് വണ്ടി ഭ്രാന്താന്നുള്ളത് ആണെന്ന്. സത്യത്തിൽ ഇതൊരു നമ്മൾ കാണുമ്പോൾ ഇത് വിൽക്കാൻ വെച്ച കുറേ വണ്ടികളും മാതിരി തോന്നും. അങ്ങനെ വിൽക്കാൻ വെച്ച വണ്ടികളൊന്നുമല്ല. അദ്ദേഹത്തിന് പഴയ വണ്ടികളോടൊരു ഇഷ്ടം. ആ ഒരു ഇഷ്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-2 വണ്ടിയല്ല, പഴയ വണ്ടികൾ. രാജദൂത്, ഇതിന്റെ പേരെന്ന് പറഞ്ഞത് രാജദൂത് GTS 125 ബോബി എന്ന് പറയും. പറയാൻ കാരണം ആ സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ശേഷം ഋഷി കപൂർ ഒരു ഷോട്ട് ഉണ്ട് വണ്ടി. അതിനുശേഷം ആ സിനിമയുടെ പേര് ഈ വണ്ടിയുടെ പേര് ബോബി ആണെന്ന്. ഇത് ഇവിടെ തീരെ ഹൈറ്റ് ഇല്ലാത്തൊരു വണ്ടി കേട്ടാ. അപ്പൊ എനിക്ക് ഇതൊക്കെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാത്തിനോടും ഇഷ്ടമാണ്. എന്നാലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഈ ഒരു വണ്ടിയോട് തോന്നിയപ്പോൾ ഇത് ഓടിച്ചിട്ട് വന്നാണ്. ഇതെല്ലാം ഓടുന്ന വണ്ടിയാണ് അല്ലേ. ഓടാത്തൊരു വണ്ടി ഇവിടെ ഇല്ല. ഇത് 1982 മോഡലാണ്. ഇത് എവിടുന്ന് കൊണ്ടുവന്നാണ്? ഇത് പുറത്തുനിന്ന് GCC ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടിയാണ്. വണ്ടിയുടെ പേര് ചേതക്ക് വൈക്കിംഗ് എന്ന് പറഞ്ഞ മോഡൽ. അതായത് 1982 ഇത് ഇറങ്ങിയത്. ഇത് നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ ഒരുപാട് വർഷമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. ഒരു വർഷമൊക്കെ അതിന്റെ മുകളിൽ എടുക്കും. ഓക്കെ, ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ ഓക്കെ. പുറത്ത് നമുക്ക് റെഡി കാശ് കൊടുത്താൽ കിട്ടും. UAE-ലേക്ക് ആണെങ്കിൽ അങ്ങനെ അവിടുന്ന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവിടുന്ന് ഇന്ത്യന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് നമ്മള് ആൾക്കാര് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് അല്ലെ. അത്രക്ക് മാത്രം ഡിമാൻഡ് ആയിരുന്നു പറയുന്നത്. അതെ അതെ. അല്ല, ഇത് സ്റ്റാർട്ട് ആവുമോ? സ്റ്റാർട്ട് ആവുമെന്ന് ഇവിടെ ചോദ്യം കേട്ടോ. ഇവിടെ എല്ലാ വണ്ടി സ്റ്റാർട്ട് ആവുന്നതാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ആവുമോ എന്ന് ചോദിച്ചപ്പോൾ അടിയാണ്. സ്റ്റാർട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗിയറൊക്കെ ഇവിടെ. ഓക്കെ. അതിന്റെ ആ ഒരു ശബ്ദം തന്നെ കേട്ടാ, എന്ത് ഭംഗിയല്ലേ. അപ്പൊ നമ്മൾ അടുത്തത് നമ്മുടെ SD അല്ലെ. SD ആണ് നമ്മൾ കാണാൻ പോകുന്നത്. SD ആണ് സ്റ്റാർട്ട് ചെയ്ത് കാണാൻ പോകട്ടോ. അത് റോഡ് കിങ് അല്ലെ. ഈ SD-യില് പല വണ്ടികളുണ്ടായിരുന്നു അല്ലേ. വന്നിട്ടുള്ളതാണ്. ഇത് എത്രയാണ് മോഡല്? 1994. അതായത് ഇതിന്റെ കിക്കറും അതുപോലെ തന്നെ ഗിയറൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ. അതായത് ഇപ്പൊ അത് ഗിയറാണ്. അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ചേർന്ന് ബാക്കിലേക്ക് വലിക്കുമ്പോ കിക്കറായി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ശബ്ദം ഒരു 1.5 ശബ്ദമാണ് കേട്ടാ. സൂപ്പർ. ഓഫ് ചെയ്യാം. ഇപ്പൊ നിങ്ങള് പുറത്താണ് ജോലി ചെയ്യുന്നത്, ഇപ്പൊ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ കയറ്റിട്ടാണോ? ഒക്കെ വീടിനകത്തുണ്ടാവും. ബാക്കിയൊക്കെ ഈ സൈഡിലുണ്ട്. പുക വീണ്ടും വന്നോണ്ടിരിക്കാൻ കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകാനോ വന്നോണ്ടിരിക്കും അല്ലേ. ഇത് എത്ര നേരം വരും? കുറച്ച് സമയം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് നമ്മുടെ ലാംബി 150. അവരൊറ്റ അടിക്ക് സ്റ്റാർട്ട് ആവുന്ന രൂപത്തിലുള്ള വണ്ടികളുടെ കംപ്ലീറ്റ്. ആ ജിത്ത വണ്ടി അടിപൊളി. ആ ശബ്ദം ഒന്നിനും അടിപൊളി. ഇതെത്രയാണ് മോഡല്? 84. 1984 മോഡല് വണ്ടിയാണ് ഈ കാണുന്നുട്ടാ. അപ്പൊ നമ്മളെക്കാൾ പഴക്കമുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ. അതായത് നമ്മുടെ ഒരു വയസ്സിനേക്കാൾ ചിലപ്പോൾ പഴക്കമുണ്ടാവും. എത്ര മോഡലാണ്? ഇത് 1972 മോഡൽ മാർക്ക് 2 ആണ് വരുന്നത്. മാർക്ക് 2 72 മോഡൽ. അതായത് 1972 ഇറങ്ങിയ ആ ഒരു വണ്ടിയാണ് കാണുന്നത്. അതായത് 50 വർഷങ്ങൾക്ക് മുകളിലായി എന്നുള്ളതാണ് അല്ലേ. നമ്മളിതാ ആദ്യം ഇതിന്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇതാണ് ഇതിന്റെ ആ ഒരു സ്റ്റിയറിംഗ് അല്ലേ. ഇവിടെ ഒരു റിംഗ് ഓണാണ് അല്ലേ. ഇത് ഓണാണ്. നമുക്ക് ശരിക്കും അങ്ങോട്ടേക്ക്
അടിപൊളി. അന്നത്തെ അതേ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് തന്നെയാണ് അല്ലേ? ആ. ഉള്ളും അതുപോലെ തന്നെ. ഇത് ശരിക്കും നല്ല രൂപത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ആ ഒരു സീറ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് അടിപൊളി. ഇപ്പോഴും അതേമാതിരി തന്നെ ഇരിക്കുന്നു അല്ലേ? ശരിക്കും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ഇപ്പോഴും അതങ്ങനെ നിലനിർത്തി നോക്കുന്നു എന്നുള്ളതാണ് ശരിക്കും. എന്താ പറയാ, ഒരു ലാഭേച്ഛം പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും വണ്ടികൾ ഇദ്ദേഹം നോക്കുന്നതാണ്. ഇത് എത്രയാണ് മോഡല്? 87 മോഡലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം അന്ന് നല്ല മൈലേജ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. എത്ര മൈലേജ് ഉണ്ടായിരുന്നു? 70 ഉണ്ടായിരുന്നു ആണല്ലേ? അപ്പൊ നമ്മൾ അടുത്തൊരു വണ്ടി നമ്മൾ കാണാൻ പോവാണ്. നമ്മുടെ ആ ഒരു പ്രീമിയർ പത്മിനി അല്ലേ? ഇത് എത്രയാണ് മോഡല്? 1997 മോഡൽ. പിന്നീട് നമ്മൾ ആ ഒരു പെയിന്റ് ഒക്കെ അടിച്ചതാണോ ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത്? ആണല്ലേ? അടിപൊളി അടിപൊളി. അപ്പൊ ഇതിന്റെ ഓണൊക്കെ ഇപ്പൊ നല്ല എന്താ പറയാ പവറാണ് കേട്ടോ. ഇപ്പൊ ഞാൻ കേട്ടിരുന്നു. അടിപൊളി. പണ്ട് ആ സിനിമയിലൊക്കെ പഴയ ഹോണ്ട പേരാണ്. ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിതാ ഇതിന്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്ത് നീറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത് നോക്കിയേ. അടിപൊളി. ഇത് ശരിക്കും ഓണാണ്. ഇതാണ് ഓണല്ലേ? സെൻട്രലേ? ഓക്കെ. അപ്പോൾ ഇത് അടുത്തൊരു ഡോറ് തുറക്കാൻ വേണ്ടി പോവാണ്. ഓ, ആ ഒരു കുഞ്ഞൻ വണ്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് അടിപൊളിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ അടിപൊളി. ഇതിന് പ്രത്യേകത പറഞ്ഞാൽ എല്ലാം 1997 മോഡൽ ഗ്ലാസ് തന്നെയാണ്. ഒരെണ്ണം പോലും മാറിയിട്ടില്ല. അന്നത്തെ ആ ഒരു ഗ്ലാസ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഒരു ആക്സിഡന്റ് ഇതുവരെ മാഷാഅല്ലാഹ് ഉണ്ടായിട്ടില്ല. എല്ലാം ഒരേ ഗ്ലാസ് തന്നെയാണ്. ഇതൊക്കെ എത്ര വർഷമായിട്ട് നമ്മുടെ കയ്യില്? ഇത് ഏകദേശം 10-15 വർഷം. 10-15 വർഷമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോ ഓരോ ദിവസം ഓരോ വണ്ടി ഞാൻ ഓൾമോസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടെ നാട്ടിൽ വരുമ്പോ. അടുത്ത ദിവസം ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലബ് ഉണ്ട്, മലബാർ വിന്റേജ് ക്ലബ്ബ് പറഞ്ഞിട്ട്. ഞങ്ങൾ അതിന്റെ അഡ്മിൻ തന്നെയാണ് നമ്മള്. ആണല്ലേ? അപ്പൊ നമ്മളിപ്പോ റൈഡ് വെച്ചിരുന്നു. അപ്പൊ ആ റൈഡിന് ഞങ്ങൾ നിലമ്പൂര് ബംഗ്ലാകുന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ ഒരു 10-30ഓളം വണ്ടികളായിട്ട് ഞങ്ങൾ പോയിരുന്നു. W123, പിന്നെ അതുപോലെ മോറിസ് മൈനർ, പിന്നെ വില്ലീസ് ജീപ്പ്, ഫിയറ്റ് 138. അതിന്റെ വേറെ അതുപോലെ അങ്ങനെ പോയതാണ് ഞങ്ങൾ. പുറത്തെന്ന് പറഞ്ഞു നാട്ടിൽ വരുമ്പോ നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഇതുപോലുള്ള പഴയ വണ്ടികളായിട്ടാണ് യാത്ര എന്ന് പറഞ്ഞു. ഓരോ ദിവസം ഓരോ വണ്ടി പോകുമ്പോ ആളുകൾ ഇങ്ങനെ ശരിക്കും നോക്കാറില്ലേ? അതായത് ഒരു പുതിയ വണ്ടി വന്ന് നിൽക്കുന്നതിനേക്കാൾ ഉപരി ആ ഒരു പഴയ വണ്ടി കാണുമ്പോൾ ആളുടെ ഒരു കൗതുകം അങ്ങനെ ചോദിക്കാറുണ്ട്. നമുക്കത് യൂസ് ചെയ്ത് നടക്കുമ്പോഴാണ് ഒരു സംതൃപ്തി ഭയങ്കരമാണ്. ചിലപ്പോൾ ക്ഷമ വേണം, കാരണം ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആവും. അപ്പൊ നമ്മളത് പക്ഷെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിലുള്ള സമയത്ത് തന്നെ ഒക്കെ പക്കാക്കി വെക്കും. അതുകൊണ്ട് വഴിക്ക് ഇന്നേ വെറുതെ വരെ ഒരു പഞ്ചറായിട്ട് പോലും നിർത്തിയിട്ടില്ല. ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആ പഴയ വണ്ടികളൊക്കെ യാത്ര ചെയ്യാം. അംബാസഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ആളുടെ മുന്നിലോട്ട് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ആരെ നോക്കാതിരിക്കും അല്ലേ? ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് കയറി, അയ്യോ കളിപ്പാട്ടങ്ങൾ കണ്ടു ഞെട്ടിപ്പോയി. അതായത് വിവിധ തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ മിനിയേച്ചർ കാറുകളും ജീപ്പുകളുമായിട്ട് ബസ്സുകളും ഒക്കെ ഇതൊക്കെ ശേഖരിച്ചു വെക്കലാണ്. ഇത് കഴിഞ്ഞ പിന്നെ അതിലേക്കാണോ? എല്ലാം കയ്യിലുണ്ടെന്നല്ലേ? ആണെന്ന്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ ഇത്രയും വണ്ടികളൊക്കെ ഇനി വെണ്ണം കൂട്ടണം എന്നാണോ ആഗ്രഹം? ഇല്ല, ഇനി കൂട്ടിയ ഇവിടുന്ന് പുറത്താക്കണം ആണെന്നല്ലേ? മതി, എങ്ങനെ പോട്ടെ അല്ലേ? ഇക്കാന്റെ വീടിന്റെ മുക്കിലും മൂലയിലൊക്കെ വണ്ടികൾ കൂട്ടിയിട്ടേക്കാന്ന് പറയുന്ന രൂപത്തിലാണ്. അത് അടുത്തൊരു വണ്ടി ഇതാ മൂടിയിട്ടേക്കണത് നമ്മൾ തുറക്കാൻ പോവാണ്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സുവേഗ. അടുത്ത് ഇതേമാതിരി പുറത്തിറങ്ങാനുള്ള ഒരു വണ്ടിയാണ് അല്ലേ? അതായത് ഒരു വണ്ടി കിട്ടിയ ഇതൊക്കെ കൊടുന്നു വെച്ചു. ഇതുപോലെയുള്ള വണ്ടികളാണ് അദ്ദേഹം നമ്മളിപ്പോ കണ്ട രൂപത്തിലുള്ള വണ്ടികളാക്കുന്നത് എന്നുള്ളതാണ്. അടിപൊളി സാധനം. ടി വി എസിന്റെ വേറൊരു രൂപം അല്ലേ? അല്ലേ? ഇതൊക്കെ എത്ര മോഡലായിരിക്കും? മോഡല് 80s ആവും മിക്കവാറും. ആണല്ലേ? എവിടെയാണ് പെട്രോൾ ഒഴിക്കല്? ഇതിന്റെ അടുത്താണ്. ഓ ഇവിടെയാണ് അല്ലേ? അടുത്ത് ഇതിന്റെ ബാക്കിലാണ്. അതല്ലേ? റണ്ണിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. കേറിയിട്ട് വന്ന് വണ്ടികൾ കണ്ട ഒരു ആകാംക്ഷയിലേ നേരെ വണ്ടികളുടെ മുകളിൽ കയറി ക്യാമറ ഓൺ ചെയ്യുന്നു. സോറി, പേര് ചോദിക്കാൻ മറന്നുപോയി. പേര് പറയാ റാഫി എന്നാണ്. അപ്പോ ശരിക്കും പുറത്തുനിന്നൊക്കെ കാണുമ്പോ ഒരു വ്യക്തിയിൽ വരികയാണ്. വരുമ്പോ പഴയ വണ്ടികൾ വീട്ടിലും ഉള്ളിലും അവിടെ ഇവിടെ ഒക്കെ എന്താ ശരിക്കും പറയാറ്? നെഗറ്റീവ് പറയും, നമ്മളെ മൈൻഡ് ആക്കാറില്ല. നമ്മളെ കാര്യം നോക്കി ഇതിൽ കൂടെ കേൾക്കാന്നുള്ളതാണ്. അതായത് ഈ വണ്ടി ശരിക്കും നമുക്കൊരു പുതിയ വണ്ടി എടുക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വരികയാണെങ്കിൽ ഇദ്ദേഹം ഒരു 2 ലക്ഷം റുപ്യൊക്കെ അല്ലെങ്കിൽ 2-3 ലക്ഷം റുപ്യൊക്കെ ഈ വണ്ടിയുടെ മുകളിൽ വെറുതെ ഇറക്കുകയാണ്. എന്നിട്ടാണ് ഇതുപോലുള്ള വണ്ടികളൊക്കെ ശരിക്കും ഇങ്ങോട്ട് പുറത്തിറങ്ങുന്നത്. ആ ഒരു പുനർജന്മം കൊടുത്തിട്ട്
പുറത്തേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അത് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട വണ്ടികൾ തന്നെയാണ് ഇതൊക്കെ. പൈതൃകങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മുടെ മുൻകാലങ്ങളിലുള്ള ആൾക്കാർ ഇത് സംരക്ഷിച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. നമ്മളിത് സംരക്ഷിക്കുമ്പോഴാണ് അടുത്ത തലമുറക്ക് ഇത് കിട്ടുക. അതൊക്കെ ആ സമയത്ത് ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ വേറെ ആരെ കയ്യിലും ഇല്ല. ചില സമയത്തൊക്കെ ഇവര് ഇത് കൊടുക്കാൻ നിർബന്ധിതരാവേണ്ട അവസ്ഥയൊക്കെ വരുന്നു എന്ന് എന്നോട് പറയാറുണ്ട്. പക്ഷെ കൊടുക്കാൻ മനസ്സിലായില്ല, കൊടുക്കുന്നുമില്ല. പക്ഷെ എന്നാലും അല്ലേ എന്നോട് പറഞ്ഞു ഇനി ഞാൻ കൂട്ടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് പല ഭാഗത്തുനിന്നും പ്രഷർ വരും. കാരണം ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, പതുക്കെ പറയണേ, ഇതിന് മൊത്തം 1 വർഷം ടാക്സ് എടുക്കുന്നതിന് എത്ര വരും അറിയാം. അല്ല അപ്പൊ എത്ര വരും അറിയാം. അപ്പൊ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ചില്ലറ പണിയല്ല, അനുഭവിച്ചാൽ പറ്റും. എന്തായാലും സുഹൃത്തുക്കളെ, ഇവരെ പോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള പഴയ വണ്ടികൾ കാണാൻ പറ്റുന്നതും, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറ ഉപയോഗിച്ചിരുന്ന ആ വണ്ടികൾ നമുക്ക് ഇന്നും അത് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ ഇത് കാണാൻ കഴിഞ്ഞതിലൊക്കെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഇവരെ പോലുള്ള ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. ഈ വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പഴയ വണ്ടികൾ സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ഇന്നും ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും അറിയിക്കുക. അപ്പോൾ ഈ സ്ഥലം ഞാൻ ശരിക്കും നേരത്തെ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്. ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അല്ലേ? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ്. എൻ്റെ അങ്ങോട്ട് കാലം വെച്ച പാലക്കാട്, ഇങ്ങോട്ട് കാലം വെച്ച മലപ്പുറമാണ്. ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും ആനക്കരക്ക് അടുത്താണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.